ഗോപികൃഷ്ണൻ, ഇതിൽ എന്താണ് ഈ 8 മുതൽ പ്രതികൾ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നത് വിശദമായി തന്നെ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകും. ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നിട്ടേയില്ല എന്നാണോ കോടതി പറയാൻ പോകുന്നത്, അതോ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണോ കോടതി പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമാകാൻ പോകുന്നത്. ഗോപികൃഷ്ണൻ, അതിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് കഴിയാവുന്ന പരമാവധി തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അത് പോരാ, അത് അപര്യാപ്തമായിരുന്നു എന്നാണോ കോടതി പറയാൻ പോകുന്നത്? അതല്ല, ഇങ്ങനെ ഒരു ആളെ വെറുതെ അതിലേക്ക് കൊണ്ടിടുകയായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം 4 പ്രതികളെ വെറുതെ അതിലേക്ക് കൊണ്ടിടുകയായിരുന്നു എന്ന് കോടതി പറയുകയാണെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമായി പോവുകയും ചെയ്യും. അപ്പോൾ ആ വിധിന്യായം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്. അനുജ, ഈ നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിൽ അവരുടെ ശിക്ഷാവിധി വരാനിരിക്കുന്ന ഈ മണിക്കൂറിൽ, അതായത് 3:30-ക്കാണ് അത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞതാണ്, ഒരുപക്ഷെ പ്രോസിക്യൂഷനും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് ഏത് സാഹചര്യത്തിലാണ്, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ഏത് നിയമ സാഹചര്യത്തിലാണ്, ഏത് ലീഗൽ ഗ്രൗണ്ടിലാണ് ദിലീപ് ഉൾപ്പെടെ 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 7 മുതൽ 10 വരെയുള്ള പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നതിൽ കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പ്രോസിക്യൂഷന് കൃത്യമായ ഈ തെളിവുകൾ ഹാജരാക്കാൻ കോടതി അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട ഈ 4 പേരിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത ഉണ്ടാകാൻ പോകുന്നത് 3:30-ക്കുള്ള വിധിപ്പകർപ്പ്, ഈ ശിക്ഷാവിധിക്ക് ശേഷം അതിനോടൊപ്പം തന്നെ വിധിപ്പകർപ്പ് ഉണ്ടാകും. ഇന്ന് വൈകിട്ട് തന്നെ ഇതിന്റെ വിധിപ്പകർപ്പ് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ നിന്നാണ് ഏത് കാരണം കൊണ്ടാണ് 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെ ഈ 7 മുതൽ ചാർലി തോമസും മേസ്തിരി സനലും ശരത്തും ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാകും. ഇനി തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾക്ക്, നിയമ നടപടികൾക്ക് പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിലേക്കൊക്കെ വെളിച്ചം വീശുന്നത് ആ വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അനുജ. ഇന്ന് കോടതിയിൽ ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട വാദമുഖങ്ങൾ അവതരിപ്പിച്ച പ്രോസിക്യൂഷനും പ്രതിഭാഗവും, അതിനകത്ത് പ്രോസിക്യൂഷൻ വളരെ കാര്യമായി തന്നെ ഇതിനകത്തെ യഥാർത്ഥ ക്രിമിനൽ, ഇതിൽ കുറ്റകൃത്യം നടത്തിയ യഥാർത്ഥയാൾ അല്ലെങ്കിൽ ക്രിമിനൽ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു എന്ന കാര്യം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഇതിലേക്ക്, ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് കൂടുതൽ സമയം വാദത്തിന് വേണം എന്നൊരാവശ്യം ഒരുപക്ഷെ കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ വെച്ചിട്ടുണ്ടാവുക. ഏതായാലും സമയക്ലിപ്തത പാലിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കാനുള്ളത് എന്നതാണ് പറഞ്ഞത്. അതിജീവിതയ്ക്കൊപ്പമാണ് സമൂഹമുള്ളത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ സന്ദർഭത്തിൽ ഇന്ന് കോടതി നടത്തിയ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത് എന്ന കോടതിയുടെ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരിക്കുന്നത് 3:30-ക്ക് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ തുല്യമായി ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ടവരാണ് 1 മുതൽ 6 പേരെ എന്നതിനനുസൃതമായിട്ടായിരിക്കുമോ ശിക്ഷ വരാൻ പോകുന്നത്? അതോ കോടതി ഇടയ്ക്ക് ചോദിച്ചതുപോലെ തന്നെ പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വിധിക്കേണ്ടത് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകാൻ പോകുന്നത് എന്നതാണ്. 1-ാം പ്രതി പൾസർ സുനിയും, 2-ാം പ്രതി മാർട്ടിനും, 3-ാം പ്രതി മണികണ്ഠനും, പിന്നീടുള്ള വിജീഷും സലീമും പ്രദീപും അടക്കമുള്ളവർ, ഈ പൾസർ സുനി ഒഴികെയുള്ള മറ്റ് 5 പേരുടെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുറ്റകൃത്യം സാധ്യമാകില്ലായിരുന്നു. അങ്ങനെ ഈ കുറ്റകൃത്യം നടത്താനുള്ള എല്ലാവിധ സംവിധാനവും ഒരുക്കിയത്, സാഹചര്യവും ഒരുക്കിയത്, അതിനോടൊപ്പം നിന്നിട്ടുള്ള, അതിൽ കണ്ണികളായി പ്രവർത്തിച്ച ഈ 5 പേരാണ്. അതുകൊണ്ട് കൂട്ടബലാത്സംഗ കുറ്റവും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ള കുറ്റങ്ങൾ, 10 കുറ്റങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും തുല്യമായ ശിക്ഷ നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ശിക്ഷ വിധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. അതിനോടൊപ്പം അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് മറ്റു 4 പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നതിന്റെ വ്യക്തത കൂടി വരുന്ന മണിക്കൂറുകളായിരിക്കും ഇന്ന് വൈകിട്ട്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഉണ്ടാകും. 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. അതിനുള്ള ശിക്ഷ എന്താണ് കോടതി പ്രഖ്യാപിക്കാൻ പോകുന്നത്? അവർക്കുള്ളത് ഒരേപോലെയുള്ള ശിക്ഷയാണോ അതോ വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷയാകുമോ എന്നതൊക്കെ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. കൃത്യം 3:30 തന്നെ ശിക്ഷാവിധി അറിയാം. ആ ശിക്ഷാവിധി പുറത്തു വരുന്നതോടെ തന്നെ വിശദമായ വിധി പ്രസ്താവവും പുറത്തു വരും. കോടതി പറഞ്ഞിട്ടുണ്ട് എല്ലാ ഉത്തരങ്ങളും ഉണ്ടാകും ആ വിധിന്യായത്തിൽ, അത് വായിക്കൂ എന്ന് കോടതി പറയുകയാണ്. ഒപ്പം തന്നെ വളച്ചൊടിക്കുന്നതിനൊക്കെയുള്ള മുന്നറിയിപ്പ് നടപടി ഉണ്ടാകുമെന്ന് കൂടി കോടതി പറയുകയാണ്. വിധിന്യായത്തിൽ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. നമ്മൾ കാത്തിരിക്കുകയാണ് ആ വിധി പ്രസ്താവം വിശദമായി തന്നെ, അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ ശിക്ഷാവിധി എന്ത് എന്നത് അറിയുന്നതിന് വേണ്ടി. കൃത്യം 3:30 കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.